ഹലോ ഗേയ്സ്, അപ്പോൾ ഇന്നൊരു മട്ടൻ ദം ബിരിയാണി സിമ്പിൾ നമുക്ക് സാധാരണയായിട്ട് പെട്ടെന്ന് വെച്ച് എടുക്കാം. അപ്പോൾ അബുമോനാണ് ഇന്ന് ബിരിയാണി വെക്കുന്നത്. 1 കിലോ മട്ടനാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, 1 കിലോ അരി. അപ്പോൾ ഒരു 4 സബോള, 3 തക്കാളി, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ തക്കോലം, പെരുംജീരകം, കരയാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, പിന്നെ ക്യാരറ്റ്, പച്ചമുളക്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, നറുനെയ്യ്, കറിവേപ്പില, പിന്നെ നമ്മുടെ വെളിച്ചെണ്ണ, അണ്ടിപ്പരിപ്പും കസകസിയും വെള്ളത്തിൽ കുതിർക്കാൻ ഞാൻ ഇട്ടിരുന്നു, ചൂടുവെള്ളത്തിൽ. അത് നമ്മൾ അരച്ചെടുക്കണം. അപ്പോൾ ആദ്യം നമുക്ക് ഇറച്ചിയുടെ പണിയിലേക്ക് കിടക്കാം. അപ്പോൾ പാൻ ചൂടായി. അപ്പോൾ ഇറക്കി അബുക്കുട്ടൻ സ്റ്റവ് തീ ശരിക്കും കത്തുന്നുണ്ടോ എന്നൊരു സംശയം ആൾക്ക്. അപ്പോൾ നമ്മളൊരു കരയാമ്പൂ, ഏലക്കായ, പട്ട, പെരുംജീരകം, വെലിവ് ലീഫ് ഇവയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. മസാലപ്പൊടി നമ്മൾ പിന്നെ പൊടി ചേർക്കുമ്പോഴാണ്. പിന്നെ എപ്പോഴും നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ, ബിരിയാണി വെക്കുമ്പോൾ നമ്മൾ ഒരുപാട് മസാല ഐറ്റംസ് ഇടരുത് കേട്ടോ. പിന്നെ വെലിവ് ലീഫും ഇട്ട് കൊടുത്ത് അത് ഫ്രൈ ചെയ്തതിന് ശേഷം നമ്മളതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്നു, അത് ഇട്ട് കൊടുക്കും. അതിട്ട് കൊടുത്തതിന് ശേഷം അത് റോസ്റ്റായിട്ട് വരുമ്പോൾ നമ്മളതിലേക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 സബോള ഞാൻ അരിഞ്ഞു വെച്ചിരുന്നു. 1 കിലോ അരിക്കല്ല നമ്മൾ വെക്കുന്നത്. 4 വലിയ സബോളയൊന്നല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള സബോള. അപ്പോൾ അതും വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ അതിലേക്ക് 3 തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്തു. പിന്നെ ചോറിൽ നമ്മൾ ഈ ഇറച്ചിയിൽ നമ്മൾ തക്കാളി ഇടുമ്പോൾ പിന്നെ ചോറിൽ ഇട്ടില്ലെങ്കിലും പ്രശ്നമില്ല, ഇട്ടാലും കുഴപ്പമില്ല. പക്ഷേ ഒരുപാട് സംഭവങ്ങളൊന്നും ഇടാതിരിക്കുക. പിന്നെ ഇതെല്ലാം വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ തക്കാളിൻ്റെ വഴറ്റി നമ്മൾ എടുത്തുന്നുണ്ട്. ഇതും ശരിയായതിന് ശേഷം നമ്മളതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മസാലപ്പൊടി ഇവയെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ അതിന് വഴണ്ടതിന് ശേഷം ക്യാരറ്റ് കുറച്ച്, ഒരു കാഭാഗം, പിന്നെ കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ഒരു 5-6 വെറ്റല്ല, നമ്മൾ കറിവേപ്പില ലീഫ് അതിടുക. ഇതെല്ലാം നമ്മൾ വഴറ്റിയതിന് ശേഷം നമ്മൾ കഴുകി വാരി നമ്മൾ മട്ടൻ വെച്ചിരുന്നു, ആ മട്ടൻ അതിലേക്കിട്ട് നല്ല മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും ഞാനത് കുക്കറിലേക്ക് ഇട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 4 വിസിലും നോർമൽ ഫ്ലെയിമിൽ ഒരു 3 വിസിലും ഇട്ട് നമ്മൾ വേവിച്ചവിടെ വാങ്ങി വെച്ചിരുന്നു. അപ്പോഴേക്ക് നമ്മൾ ബിരിയാണിയുടെ സെറ്റ് ചെയ്യാനുള്ള അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുത്തു. വെളിച്ചെണ്ണയും നെയ്യിലും കൂടിയാണ് നമ്മളത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ മുന്തിരി, പിന്നെ നമ്മുടെ ഒരു 2 ചെറിയ സബോള അതും നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. പിന്നെ നമ്മൾ കറിവേപ്പിലയും അതേപോലെ തന്നെ ഇടുന്നുണ്ട്. പിന്നെ നമ്മൾ ബിരിയാണി ലാസ്റ്റ് നമ്മൾ ദമ്മിൽ ഇടുന്ന സമയത്തിലാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ സാധാരണ ഞാൻ ഫുള്ള് നെയ്യിലാണ് ചെയ്യാറ് ബിരിയാണി വെക്കുന്നത്. ഇതാണ് വെളിച്ചെണ്ണയും നെയ്യും കൂടി. നെയ്യ് കുറച്ചേ നമ്മൾ ചേർത്തിട്ടുള്ളൂ. പക്ഷേ ചോറ് ടേസ്റ്റിന് കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ. ഇപ്പോൾ ഇത് ബിരിയാണിക്കുള്ള ഇനി മസാല ഐറ്റംസ് ഒരു 3 ഏലക്കായ, 3 കരയാമ്പൂ, ഒരു 2 ചെറിയ കഷ്ണം പട്ട, ഒരു വെലിവ് ലീഫ്, പിന്നെ നമ്മുടെ ഒരു സാജീരകം എന്ന് പറഞ്ഞത് ഒരു 2 മണി. പിന്നെ അതെല്ലാം റോസ്റ്റായി വരുമ്പോൾ നമ്മളതിലേക്ക് നമ്മളുടെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. പിന്നെ അതിന് ശേഷം നമ്മളൊരു 2 ചെറിയ സബോള, ഒരുപാട് വലിയതൊന്നല്ല, വലിയ സബോളയാണെങ്കിൽ നമുക്ക് ഒരെണ്ണം മതിയാവും. പിന്നെ നമ്മളരി അപ്പോഴേക്കും കഴുകി വാരി ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ സബോള വഴണ്ട് വരുമ്പോഴേക്കും നമ്മൾ തക്കാളി ഇതിലിടുന്നില്ല, തക്കാളി ഇട്ടാലും കുഴപ്പമില്ല എന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ ഒരുപാട് ബിരിയാണിക്ക് മസാല ഐറ്റംസുകൾ ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. കണ്ടമാനം ഇങ്ങനെ ഇലയും സംഭവങ്ങളൊക്കെ ആകുമ്പോൾ അപ്പോൾ ആവുന്നതും കുറച്ച് ഉപയോഗിക്കുക. അപ്പോൾ ഇനി പാനിലേക്ക് നമ്മൾ വീണ്ടും തട്ടി റൈസ് അവിടെ കഴുകി വാരി അരി വെച്ചിട്ടുണ്ട്. നമ്മൾ ബദാമും സംഭവം റെഡിയാക്കി എടുത്തത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ 4 ഗ്ലാസ് അരിക്ക് നമ്മൾ 8 ഗ്ലാസ് വെള്ളം, അതായത് ഇറച്ചി വേവിച്ച വെള്ളം കൂടി നമ്മളുണ്ടായിരുന്നു കേട്ടോ. ആ സ്ട്രോക്കും കൂടി ഒഴിച്ചിട്ടാണ്. അപ്പോൾ ആ വെള്ളം തിളച്ച് വരുമ്പോഴേക്കും നമ്മളിതേ അരി അതിലേക്ക് ഇട്ട് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുത്ത് നമ്മൾ തിള വന്നതിന് ശേഷം നോർമൽ ഫ്ലെയിമിലാക്കണം. തീ കുറച്ച് വയ്ക്കണം. അതുവരെ ഹൈ ഫ്ലെയിം, അരി തിളയ്ക്കുന്നത് വരെ. തിളച്ച് കഴിയുമ്പോൾ തീ വളരെ സ്ലോ ആക്കി നമ്മൾ ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക. പിന്നെ ഇളക്കി ഇത് വെന്ത് ഇതായി വരുമ്പോൾ ഒരു 3/4 ഭാഗം വേവാകുമ്പോൾ ഞാൻ ഇറച്ചി വാങ്ങി വെച്ചിരുന്നത് അതിലേക്ക് ഇട്ട് കൊടുത്ത് എസെൻസ്, പൈനാപ്പിൾ എസെൻസ് ഒരു 4 ഡ്രോപ്പ്, ഒരുപാട് ഇടരുത്, എസെൻസ് കൂടിപ്പോയാലും
ശരിയാവില്ല. അപ്പോൾ അത് ഒരു 4 ഡ്രോപ്പ് ഇട്ട് കൊടുത്ത് നമ്മൾ നോർമൽ ഇതിൽ തന്നെയാണ് അപ്പോഴും ഇട്ടിരുന്നത്. അതിന് ശേഷം നമ്മൾ സെറ്റായതിന് ശേഷം അതിലേക്ക് നമ്മൾ ക്യാരറ്റ്, നമ്മുടെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, മല്ലിയില, പുതിനയില, സബോള ഫ്രൈ ചെയ്തത്, കറിവേപ്പില ഫ്രൈ ചെയ്തത് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു 10 മിനിറ്റും കൂടി നമ്മൾ ദമ്മിലിട്ട് മൂടി വെച്ച് അതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യുക. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ വെച്ചതിന് ടേസ്റ്റ് കുറവൊന്നുമില്ല, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. നിറനെയ്യ് സ്വല്പം ഉപയോഗിച്ചെന്നുള്ളൂ. അപ്പോൾ നിങ്ങളും ഇതേപോലെ ട്രൈ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയണം. ഓക്കെ, ബൈ, ടാറ്റ.